ഹായ് അഗെയിൻ. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് ഫെയർ അസസ്മെൻറ്റ് ഇതങ്ങനെ സാധാരണ ചോദിക്കാറില്ല, എന്നാലും നമ്മൾ എന്തുകൊണ്ടാണ് ഫെയർ അസസ്മെൻറ്റ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഫെയർ അസസ്മെൻറ്റിൻ്റെ സ്കോപ്പ് എന്താണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഫസ്റ്റ് ആണ് ഇംപ്രൂവ്സ് ലേണിംഗ്. അപ്പോൾ അതായത് നമ്മൾ നല്ല ഫെയർ ആയിട്ടുള്ളൊരു അസസ്മെൻറ്റാണ് നടത്തിയെങ്കിൽ ഫെയർ ആയിട്ടുള്ളൊരു ഫീഡ്ബാക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ എവിടേക്കാണ് നല്ല രീതിയിൽ അസസ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് അതിൻ്റെ കുട്ടികളുടെ ഡ്രോബാക്സ് ഒക്കെ പറയാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് നല്ല രീതിയിൽ കുട്ടികൾക്ക് ലേണിംഗ് നടത്താൻ പറ്റും. പർപ്പസ് ഓഫ് അസസ്മെൻറ്റ് ഈസ് ടു ഇംപ്രൂവ് ലേണിംഗ് ബോത്ത് ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ്. ഇവിടെ വെച്ചിട്ടാണെങ്കിലും ഷോ സ്റ്റുഡൻസ് ദെയർ ഗ്യാപ്പ് ഇൻ നോളജ് ആൻഡ് സെർവ് ആസ് എ ടൂൾ ടു എനേബിൾ ആൻഡ് മോട്ടിവേറ്റ് സ്റ്റുഡൻസ് ടു അപ്ലൈ ഡെമോൺസ്ട്രേറ്റ് ദെയർ നോളജ്. അപ്പോൾ നല്ല രീതിയിലാണ് അസസ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് ഇതറിയില്ല അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ഇത് ശരിയല്ല എന്നുള്ളതായിട്ട് നല്ല രീതിയിൽ ടീച്ചർക്ക് പറയാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നല്ല രീതിയിലുള്ള ഒരു അസസ്മെൻറ്റ് എല്ലാ പോർഷൻസും കവർ ചെയ്ത് പഠിപ്പിച്ച പോർഷനിൽ നിന്ന് മാത്രം പഠിപ്പിച്ച രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളെങ്കിൽ ആ കുട്ടി പഠിക്കാൻ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അല്ലാണ്ട് ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്ത് പരീക്ഷ നടത്തിയിട്ട് മാർക്ക് കുറഞ്ഞിട്ട് ഇയാൾ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിൽ ആ ഒരു ഇനിയും പഠിക്കൂ എന്ന് പറയുമ്പോൾ അതിലുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഫെയർ ആയിട്ടുള്ളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അസസ്മെൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് വളരെ കറക്റ്റ് ആയിരിക്കും. അതനുസരിച്ച് ലേണിംഗ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഗൈഡ് ലൈൻ കൊടുക്കാൻ പറ്റും. ഇറ്റ് ഹെൽപ്സ് ടു ഇൻഫോം വാട്ട് ഹാസ് ബീൻ ലേൺഡ് ആൻഡ് അക്കംപ്ലിഷ്ഡ്. അപ്പോൾ എന്താണ് നമ്മൾ ആക്ച്വലി കിട്ടിയതെന്നും അല്ലെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസിൽ നിന്ന് എന്തൊക്കെ നിങ്ങൾ നേടിയതെന്ന് പറയാൻ പറ്റും, നമുക്ക് പറയാൻ പറ്റും. കാരണം എല്ലാ തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസും കൊടുത്തിട്ടാണ് നമുക്ക് അവരുടെ അസസ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് എന്ത് രീതിയിലാണോ അവരുടെ കണ്ടൻറ്റ് നമുക്ക് അവർക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിൽ അവർ പ്രസൻറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് അവരുടെ അക്കംപ്ലിഷ്മെൻറ്റ് എന്താണ് അല്ലെങ്കിൽ അവരുടെ അച്ചീവ്മെൻറ്റ് എന്താണ് നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിനോടൊപ്പം തന്നെ അവർക്കുള്ള ഗ്യാപ്പ് അറിഞ്ഞിട്ട് അവർക്ക് ലേണിംഗ് ഇമ്പ്രൂവ് ആക്കാനായിട്ടുള്ള പോയിൻറ്റ്സ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അടുത്തത് വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി. അപ്പോൾ നല്ലൊരു ഫെയർ അസസ്മെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് വാലിഡ് ആയിരിക്കും, റിലയബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ഇപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അടുത്ത കോഴ്സിന് ചേരുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ ഇൻറ്റേർണൽ ക്വസ്റ്റ്യൻസിൻ്റെ മാർക്കൊന്നുമല്ല നമ്മൾ കൊടുക്കുക, നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാംസിൻ്റെ മാർക്സാണ് അതിനകത്ത് വരിക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഫെയറായിട്ട് നടത്തുന്ന എക്സാം അല്ലെങ്കിൽ അതാണ് ശരിക്കുള്ള എക്സാം എന്ന് നമ്മൾ ബോധ്യമുണ്ട്. അപ്പം നമ്മുടെ ഒരു എന്താ പറയുക, അതിൻ്റെ വാലിഡിറ്റി വളരെ കൂടുതലാണ്. ടു ഹെൽപ്പ് വിത്ത് റിലയബിലിറ്റി അസസ്മെൻറ്റ് ഷുഡ് ബി അഡ്മിനിസ്ട്രേറ്റഡ് അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻസ്. അപ്പോൾ റിലയബിൾ ആക്കാനായിട്ട് ഇപ്പോൾ നമുക്കറിയാം, യൂണിവേഴ്സിറ്റി എക്സാം എല്ലാവരും ആ കോളേജിൻ്റെ കീഴിലുള്ള എല്ലാവരും ഒരേ സമയത്താണ് എഴുതുന്നത്. മറ്റേ ഇൻറ്റേർണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പഠിച്ചതിൻ്റെ പിറ്റേ ദിവസം പരീക്ഷ നടത്തുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ കൊടുത്തിട്ട് പരീക്ഷ നടത്തുന്നവരുണ്ടാവും. അപ്പോൾ അതൊന്നും വാലിഡ് അല്ല അല്ലെങ്കിൽ റിലയബിൾ അല്ല. അപ്പോൾ ഫെയർ അസസ്മെൻറ്റ് എപ്പോഴും വാലിഡ് ആൻഡ് റിലയബിൾ ആയിരിക്കും. ദെൻ മാച്ചസ് ദ ലേണിംഗ് ഔട്ട്കംസ് ആൻഡ് കണ്ടൻറ്റ്. അപ്പോൾ നമ്മൾ ഡിസൈൻ ബ്ലൂ പ്രിൻ്റൊക്കെ ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ വയ്ക്കുമ്പോൾ ഔട്ട്കം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന ഔട്ട്കം ഉണ്ടായി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇന്ന ഒബ്ജക്റ്റീവ്സ് ആ കുട്ടി അക്കംപ്ലിഷ് ചെയ്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ വളരെ എവിഡൻ്റ് ആയിട്ടുള്ളൊരു ആൻസർ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു എവിഡൻസ് വെച്ചിട്ടുള്ളൊരു രീതിയിലാണ് നമ്മൾ ആ കുട്ടി ഓക്കെ ആണ് എന്ന് അല്ലെങ്കിൽ ആ കുട്ടി അത് ചെയ്യാൻ കഴിവുണ്ടെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ കുട്ടി സാറ്റിസ്ഫൈ ചെയ്തു എന്ന് നമ്മൾ പറയുന്ന ലേണിംഗ് ഔട്ട്കം വളരെ നല്ല രീതിയിൽ തന്നെ സത്യമാകാനുള്ള ചാൻസ് ഉണ്ട്. അസസിങ് സ്റ്റുഡൻസ് വിത്ത് കണ്ടൻറ്റ് നോട്ട് ടോട്ട് ടു ദം ഷുഡ് ബി അവോയ്ഡഡ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് പഠിപ്പിക്കാത്തതെന്ന് ചോദ്യം ചോദിക്കരുത്. അപ്പം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ കുട്ടി പഠിക്കാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ കുട്ടി പഠിച്ചിട്ടില്ല എന്നുള്ളത്. പഠിപ്പിക്കാത്തതെന്ന് ചോദ്യം ചോദിച്ചാൽ ഓട്ടോമാറ്റിക്കലി കുട്ടി ആൻസർ ചെയ്യില്ല എന്ന് വെച്ചിട്ട് ആ കുട്ടി പഠിക്കില്ലാത്ത കുട്ടി നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെന്താണോ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത് അത് പഠിപ്പിക്കുക. ആ ഉദ്ദേശം കുട്ടിയിലേക്ക് എത്തിയെന്നുള്ള ഫെയർ ആയിട്ടുള്ളൊരു അസസ്മെൻറ്റ് നമ്മൾ നടത്തേണ്ടതുണ്ട്. പിന്നെ എൻഡവേഴ്സ് ടു ബി ഫ്രീ ഫ്രം ബയസ്. ഈ ഹോൾ പ്രോസസ്സ് ബയസിൽ നിന്ന് മാറിയിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരെയും നേരത്തെ അറിയിക്കണം പരീക്ഷ നടത്തുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ സർപ്രൈസ് ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ പോലും നമ്മൾ നേരത്തെ പറയാറുണ്ട് നമ്മുടെ ക്ലാസ്സിലൊരു സർപ്രൈസ് ടെസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നാണെന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം സർപ്രൈസ് ആവുക. പക്ഷേ എന്നാൽ പോലും അങ്ങനെയാണ്. അല്ലെങ്കിൽ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് വളരെ ക്ലിയർ ആയിട്ടുള്ള കൊടുക്കണം. അപ്പോൾ നമ്മൾ ഹോൾ പ്രൊസീജിയേഴ്സ് ഫ്രീ ഫ്രം ബയസിങ് ആയിരിക്കണം. അസസ്മെൻറ്റ് ഷുഡ് നോട്ട് ഡിസ്ക്രിമിനേറ്റ് ഓർ ഫേവർ എനി ഗ്രൂപ്പ് ഓഫ് ലേണേഴ്സ്. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ പോയി പറഞ്ഞ് പരീക്ഷയാണ്, അടുത്ത ക്ലാസ്സിൽ പോയി അങ്ങനെ നേരത്തെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ 1-2 ദിവസത്തെ അഡ്വാൻറ്റേജ് കൂടുതൽ കിട്ടും. അപ്പോൾ ചിലപ്പോൾ അതിനവരെ ബാധിക്കാം. ടീച്ചർ ഷുഡ് കൺസിഡർ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസസ് ഇൻ ലേണിംഗ് സ്റ്റൈൽ ആൻഡ് നോട്ട് ട്രീറ്റ് ദം എസ് ഹോമോജീനിയസ് ഗ്രൂപ്പ്. നമ്മുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഒരേപോലെ ഹോമോജീനിയസ് ആണ്, ഒരേപോലത്തെ കുട്ടികളാണ് എന്ന് ടീച്ചർ വിചാരിക്കരുത്. നമുക്ക് പലതരത്തിലുള്ള ലേണിംഗ് സ്റ്റൈലുണ്ട്. ചിലർ എഴുതി പഠിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ എഴുത്തിൽ കൂടുതൽ
ഇഷ്ടമുള്ളതായിരിക്കും, ചിലർ വരകളായിരിക്കും, ചിലർക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ മനസ്സിലായിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഇങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള ലേണിംഗ് ആപ്റ്റിറ്റ്യൂഡുള്ള കുട്ടികളെ കണ്ടുപിടിച്ചിട്ട് വേണം, അല്ലെങ്കിൽ അവരെയും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യാനായിട്ട്. ഡിഫറെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഷുഡ് ബി പ്രൊവൈഡ് ടു ഡെമോൺസ്ട്രേറ്റ് ദെയർ ലേണിംഗ്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ അല്ലെങ്കിൽ ഒരു ടോപ്പിക് തന്നെ പല രീതിയിൽ നമുക്ക് ചോദിക്കാം. അതിപ്പോൾ വൺ വേർഡ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ പോലെ ചോദിക്കാം, അതിൽ പടം ഉണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കാം, അതിൻ്റെ ക്വസ്റ്റ്യൻ ന്യൂമറിക്കൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കാം. അപ്പോൾ എങ്ങനെ ആ ഒരു കണ്ടൻറ്റ് നമ്മൾ കുട്ടി പഠിച്ചു എന്ന് പറയാനായിട്ട് പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസിലൂടെ നമുക്ക്, അല്ലെങ്കിൽ ഒരു അസൈൻമെൻറ്റ് വെക്കാൻ പറയാം, ഒരു പ്രോജക്റ്റ് കൊണ്ട് വെക്കാൻ പറയാം, അപ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കളക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറയാം. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും അവർക്ക് കൊടുത്ത ലേണിംഗ് ഔട്ട്കം അവർ സാറ്റിസ്ഫൈ ചെയ്തു എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു ബൈസിങ്ങും കൂടാതെ നമ്മൾ ചെയ്തിട്ട് പറയാനായിട്ട് അവരെ ശ്രമിക്കുക. അപ്പോൾ മൾട്ടിപ്പിൾ അസസ്മെൻറ്റ് സ്ട്രാറ്റജീസ് നമുക്ക് ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം. ഹാസ് ട്രാൻസ്പെറൻസി, നമ്മളെപ്പോഴും ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. സ്റ്റുഡൻറ്റ് ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ പർപ്പസ് ഓഫ് ദ അസസ്മെൻറ്റ്. എന്താണ് ആ പരീക്ഷ നടത്തുന്നത്. ഇപ്പോൾ നിങ്ങളുടെ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ഡിറ്റേഷൻ നടത്തുമ്പോൾ നമുക്ക് നമ്മുടെ സ്പെല്ലിങ്സാണ് നോക്കേണ്ടത്. അതേസമയം നമ്മൾ കാണാതെ പഠിച്ചപ്പോൾ ഈ ബൈ ഹാർട്ട് പോയംസ് ഉണ്ടല്ലോ, അത് നമ്മൾ എഴുതിക്കുമ്പോൾ അതിനകത്ത് വേറൊന്നുമല്ല, അതേപോലെ തന്നെ നമ്മൾ നൊട്ടേഷൻ അടക്കം, അത് കുത്തും കൊമ്മയടക്കം നമ്മൾ എഴുതി വയ്ക്കുന്നതാണ് പണ്ടത്തെ ഒരു സ്റ്റൈലാണ്. ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ബൈ ഹാർട്ടിങ് എന്ന് പറഞ്ഞാൽ അതിനെ അങ്ങനെ തന്നെ ഇമേജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഇതായിരിക്കാം. അപ്പോൾ നമ്മൾ എന്തിനാണ് അസസ്മെൻറ്റ് നടത്തുന്നത് എന്നുള്ളത് വളരെ ചിലപ്പോൾ ഒരു തിയറം പ്രൂവ് ചെയ്യാനായിരിക്കും. അപ്പോൾ നമ്മൾ ആ തിയറം വളരെ ഡീറ്റെയിൽ ചെയ്ത് പ്രൂവ് ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ എന്തിനാണ് അസസ്മെൻറ്റ് നടത്തുന്നത്, ആ പർപ്പസ് നമ്മൾ കുട്ടികൾക്ക് നേരത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ടാകണം. ക്ലിയർ ആൻഡ് കംപ്ലീറ്റ് ഡയറക്ഷൻസ് റിഗാർഡിംഗ് ദി ആക്ച്വൽ അസസ്മെൻറ്റ് എൻഷുവേഴ്സ് ട്രാൻസ്പെറൻറ്റി. ഇപ്പോൾ നമുക്ക് അറിയാമോ ഓരോ ക്വസ്റ്റിന് നേരെ എത്ര മാർക്കാണെന്നോ, അല്ലെങ്കിൽ ഓരോ സെക്ഷനിൽ എത്ര ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടതെന്നും, അല്ലെങ്കിൽ ഓരോന്നിനും എത്ര സെൻറ്റൻസ് എഴുതണമെന്നൊക്കെ വളരെ ക്ലിയറായിട്ട് ഡീറ്റെയിൽ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണെങ്കിൽ അതിലൊരിക്കലും ഒരു ബൈസിങ് ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എല്ലാ ഇൻസ്ട്രക്ഷൻസും എല്ലാവർക്കും പാസ്സാവുന്ന രീതിയിലാണ് നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ക്ലിയർ റിട്ടൺ പോളിസി ഇൻ ദ കോഴ്സ് സിലബസ് ഷുഡ് ബി ഇൻക്ലൂഡഡ്. അതായത് കോഴ്സിൻ്റെ സിലബസിലൊരു ഇതുണ്ടാവും, അതായത് എങ്ങനെയാണ് ഒരു പരീക്ഷ നടത്തേണ്ടത്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ സിലബസിൽ തന്നെ എക്സ്റ്റേണൽ എക്സാം തന്നെ 2 തരത്തിലുണ്ട്. അതായത് 50 മാർക്സിൻ്റെ എക്സാമുണ്ട്, 80 മാർക്സ് 100 മാർക്സിൻ്റെ എക്സാമുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസ് പോകണമെന്നും എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് ചോയ്സ് ഉള്ളതെന്നും ഒക്കെ അതിനകത്ത് ഒരു പോളിസി പോലെ, അല്ലെങ്കിൽ അവരുടെ ഒരു സിലബസിൽ സ്ട്രക്ചർ ഓഫ് എക്സാമിനേഷനിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിനപ്പം ആദ്യമായിട്ട് പരീക്ഷ എഴുതാൻ പറഞ്ഞവർക്ക് ചിലപ്പോൾ അറിഞ്ഞോളുന്നില്ല. അപ്പോൾ അവർ മൊത്തം സിലബസോ കരിക്കുലം വായിച്ച് നോക്കുമ്പോൾ ഇന്ന പേപ്പറിന് ഇന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് വരാൻ ചാൻസ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാർട്ട് സെക്ഷൻസ് ഉണ്ടാവും, അതിൽ ഏതൊക്കെ ചോയ്സ് ഉള്ളതുണ്ടാവും, അങ്ങനെയൊക്കെയുള്ളൊരു ഐഡിയ കിട്ടും. അപ്പോൾ നമ്മളെപ്പോഴും ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യുക, അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഉള്ളത് നമ്മുടെ ഒരു അസസ്മെൻറ്റിൻ്റെ പുതിയ 3 റോൾസാണ്. അതായത് അസസ്മെൻറ്റ് നമ്മൾ പറയും എന്താണ്, കുട്ടിയുടെ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ചെയ്യാനാണ്, അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യാനാണ്, എന്തൊരു ലേണിംഗ് ഔട്ട്കം കുത്തിയെത്തിയെന്ന് ടെസ്റ്റ് ചെയ്യാനാണ്. അങ്ങനെ പല പല ട്രഡീഷണൽ പർപ്പസ് ഓഫ് അസസ്മെൻ്റ് ഉണ്ട്. അതുകൂടാതെ പുതിയ 3 റോൾസ് ഓഫ് അസസ്മെൻറ്റ്, അല്ലെങ്കിൽ യൂസസ് ഓഫ് അസസ്മെൻറ്റ്, അല്ലെങ്കിൽ അപ്രോച്ചസ് ടു അസസ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു 3 എണ്ണമാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അസസ്മെൻറ്റ് ഫോർ എൻഹാൻസിങ് കോൺഫിഡൻസ് ഇൻ ലേണിംഗ്. എങ്ങനെ അസസ്മെൻറ്റ് കുട്ടിയുടെ ലേണിങ്ങിനുള്ള കോൺഫിഡൻസ് കൂട്ടുക. മാർക്ക് കുറഞ്ഞു പോയാലും നമ്മളിപ്പോൾ മാർക്ക് കുറഞ്ഞ കുട്ടിക്ക് ചിലപ്പം അത് കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ പഠിക്കാനുള്ള കോൺഫിഡൻസ് ചിലപ്പോൾ കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. മാർക്ക് കിട്ടുമ്പോൾ സാധാരണ പഠിക്കാനുള്ള കോൺഫിഡൻസ് കൂടാൻ ചാൻസ് ഉള്ളൂ. പക്ഷേ കുറഞ്ഞ കുട്ടീനെ പോലെ എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യിക്കാൻ പറ്റണം, അല്ലെങ്കിൽ ആ അസസ്മെൻറ്റിൽ നമ്മൾ കൊടുക്കുന്ന ഫീഡ്ബാക്കിലാണ് ഒരു പ്രത്യേകത. നമ്മൾ വളരെ ക്ലിയർ ആയിട്ടുള്ള ഫീഡ്ബാക്ക്, അതായത് എനിക്ക് ഈ ടോപ്പിക്കിന് ഇന്ന പോയിൻറ്റ്സ് വേണ്ടിയിരുന്നു, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നു. അല്ലാണ്ട് റൈറ്റ് മോർ എന്ന് മാത്രം എഴുതി കഴിഞ്ഞപ്പോൾ ഒരു 5 മാർക്കിൻ്റെ ചോദ്യത്തിന് 2 മാർക്ക് ഇട്ടിട്ട് റൈറ്റ് മോർ അല്ലെങ്കിൽ ആഡ് മോർ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കുട്ടികൾക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഒന്നുകിൽ പോയിൻറ്റ്സ് അവിടെ എഴുതി വയ്ക്കാം, അല്ലെങ്കിൽ അത് പോയിൻറ്റ്സൊക്കെ പറഞ്ഞിരിക്കുന്ന ടെക്സ്റ്റിൻ്റെ പേജ് നമ്പർ, റെഫർ പേജ് നമ്പർ ബസ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്കത് മാർക്ക് കുറവാണെങ്കിൽ പോലും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു ഇതുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ 8 പോയിൻറ്റിൽ 6 പോയിൻറ്റും തെറ്റാണ്, 2 പോയിൻറ്റ് ശരിയുള്ളെങ്കിൽ 2 പോയിൻറ്റ് ശരിയിട്ട് കഴിഞ്ഞാൽ അതും കുട്ടിക്കുള്ളൊരു കോൺഫിഡൻസാണ്. കോൺഫിഡൻസ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, ഇറ്റ്സ് എ മെഷർ ഓഫ് വൺസ് ബിലീഫ് ഇൻ വൺസ് ഓൺ എബിലിറ്റീസ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ അറിയുമ്പോഴാണല്ലോ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പോൾ ഈ 8 പോയിൻറ്റിൽ 2 പോയിൻറ്റ് എഴുതിയിട്ട് വെറുതെ 6 പോയിൻറ്റ് അല്ലെങ്കിൽ ഒന്നും ചെയ്യാണ്ട്
വെറുതെ 8 മാർക്കിന് 2 മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് ശരി ഏതാണ് ശരിയെന്ന് കുട്ടിക്ക് മനസ്സിലാവാണ്ട് പോകും. ആ സമയം ശരിയായ 2 ടിക്കറ്റ് ബാക്കിയെല്ലാം റോങ് ഇട്ടിട്ട് 2 മാർക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവും ഇത് 2 ശരിയാണല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ എബിലിറ്റി ലിസ്റ്റിൽ കുറച്ചെങ്കിലും നമുക്കൊരു ബിലീഫ് ഉണ്ടാവും. ഇറ്റ് പ്രൊവൈഡ്സ് ന്യൂമറസ് ബെനിഫിറ്റ് ടു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അങ്ങനെ കോൺഫിഡൻസ് കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ എക്സാമിനേഷൻസ് സ്കൂളിലെ എക്സാമിനേഷൻസ് ഒരു ബേർഡനായിട്ട് മാറില്ല. ഓരോ അസസ്മെൻറ്റും കുട്ടിയുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ അല്ലെങ്കിൽ എല്ലാവരും അതിനെ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അച്ചീവ്മെൻറ്റ് ലെവൽ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ അസസ്മെൻറ്റ് കോൺഫിഡൻസ് തമ്മിലുള്ള റിലേഷനാണ് നോക്കേണ്ടത്. അസസ്മെൻറ്റ് കോൺഫിഡൻസ് തമ്മിലുള്ള റിലേഷൻ. ഗുഡ് അസസ്മെൻറ്റ് വിത്ത് ഇഫക്റ്റീവ് ഫീഡ്ബാക്ക് വിൽ എൻഹാൻസ് ദെയർ ലെവൽ ഓഫ് കോൺഫിഡൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇപ്പോൾ ഗുഡിന് എഴുതി കൊടുക്കണമെന്ന് വെരി ഗുഡിന് എഴുതി കൊടുക്കണമെന്ന് അല്ലെങ്കിൽ 5 more points അല്ലെങ്കിൽ അതിൻ്റെ പേജ് നമ്പറൊക്കെ റെഫർ ചെയ്ത് കഴിയുമ്പോൾ നമ്മളിപ്പോൾ ചില കുട്ടികൾക്ക് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ സ്റ്റാർ കൊടുക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിവാർഡ് പോയിൻറ്റ്സ്. ഓക്കെ ഗുഡ് കീപ്പ് ഇറ്റ് അപ്പ് അല്ലെങ്കിൽ കൺഗ്രാജുലേഷൻ എക്സലൻറ്റ് ട്രൈ 1 more time എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നത് ആ ഒരു ഫീഡ്ബാക്ക് അത് വളരെ നല്ല രീതിയിൽ അസസ്മെൻ്റ് എടുത്ത് നല്ല രീതിയിലൊരു ഫീഡ്ബാക്ക് കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അസസ്മെൻ്റ് കുട്ടികൾക്ക് ലേണിംഗിലുള്ള കോൺഫിഡൻസ് കൂട്ടും. അല്ലെങ്കിൽ ഞാൻ പഠിച്ചത് ശരിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഞാൻ ഇത്രയും പഠിച്ചിട്ട് ഇത്രയും മാർക്ക് കിട്ടി ഇപ്പോൾ ബാക്കി ഏതൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായി തെറ്റ് എവിടെയെന്ന് മനസ്സിലായി. ആ ഫീഡ്ബാക്ക് കിട്ടുന്നതും കുട്ടിക്ക് ലോ അച്ചീവേഴ്സിനൊരു കോൺഫിഡൻസ് ബൂസ്റ്ററായിരിക്കും. കോൺഫിഡൻസ് കം ഫ്രം ദ ഫീലിംഗ് ഓഫ് വെൽബീയിങ്, അക്സെപ്റ്റൻസ് ഓഫ് യുവർ ബോഡി and mind, and belief in your own abilities, skills and experience. Confidence and knowledge are related terms, both critical factors in evaluating future performance. അപ്പം കോൺഫിഡൻസ് ഉണ്ടെങ്കിലാണ് നോളജ് ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ പെർഫോമൻസിനെ ഇത് ചെയ്യുള്ളൂ. അപ്പോൾ നോളജ് എന്തോരം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അറിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് എത്രമാത്രം നോളജ് നമുക്കുണ്ട് എന്നുള്ള അറിവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കോൺഫിഡൻസ് ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ അസസ്മെൻറ്റ് നടത്തുന്നത് ഒരു കുട്ടിക്ക് എന്തൊക്കെ നോളജ് ഉണ്ടെന്ന് ആ കുട്ടീനെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലായിരിക്കണം. അല്ലെങ്കിൽ എവിടേക്കാണ് പ്രശ്നങ്ങളുള്ളതെന്ന് കുട്ടി അറിയിക്കുന്ന രീതിയിലുള്ളൊരു ഫീഡ്ബാക്ക് ആയിരിക്കണം നമ്മൾ അസസ്മെൻറ്റിൽ കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അസസ്മെൻറ്റ് കോൺഫിഡൻസിനെ സഹായിക്കുന്നതാണ് പറയുന്നത്. പിന്നെ അസസ്മെൻറ്റ് ആൻഡ് സെൽഫ് എസ്റ്റീം. നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെക്കുറിച്ചൊരു സെൽഫ് എസ്റ്റീം ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമുക്ക് നമ്മളോട് തന്നെ ഒരു വില ഉണ്ടാവും. Assessment will provide knowledge about the progress of learners which will enhance their self-esteem. അപ്പോൾ ഒരു എക്സാം കഴിഞ്ഞ് അടുത്ത എക്സാം അങ്ങനെ ഓരോരോ എക്സാം കഴിയുന്നതോറും നമ്മുടെ മാർക്ക് കൂടുന്നു അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രസ് കൂടി വരുന്നു എന്ന് അറിയുമ്പം ഓട്ടോമാറ്റിക്കലി നമുക്കൊരു സെൽഫ് എസ്റ്റീം ഉണ്ടാവും. അതായത് ഞാൻ ചെയ്യുന്നത് വർത്താണ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് നല്ല രീതിയിലാണ്, ഞാൻ നല്ല രീതിയിൽ എനിക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയുമ്പോൾ കുട്ടിക്കൊരു സെൽഫ് കോൺസെപ്റ്റ് സെൽഫ് ഇമേജ് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സെൽഫ് എസ്റ്റീം റിഫ്ലെക്ട്സ് എ പേഴ്സൺസ് ഓവറോൾ സബ്ജക്റ്റീവ് ഇമോഷണൽ ഇവാലുവേഷൻ ഓഫ് ഹിസ് ഓൺ വർത്ത്. അതാണ്. അപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ നല്ലൊരു മതിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ജഡ്ജ്മെൻറ്റ് ഓഫ് വൺ സെൽഫ് ആസ് വെൽ ആസ് ആൻ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദി സെൽഫ്. നമുക്ക് കൂട്ടാൻ പറ്റും. നിങ്ങളെ കൊണ്ട് പറ്റും, ചെയ്താൽ മതി എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് സ്വന്തമായിട്ടുണ്ടാകുമ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു സെൽഫ് എസ്റ്റീം ഉണ്ടാവും. സെൽഫ് എസ്റ്റീം മോട്ടിവേറ്റ് സ്റ്റുഡൻസ് ടു അച്ചീവ് ഹയർ ഗോൾസ് സ്കോഴ്സ് ആൻഡ് അച്ചീവ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഇത്രയും ട്രൈ ചെയ്തപ്പോൾ നമുക്ക് ഇത്രയും കിട്ടി, അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ മതി എന്നുള്ളൊരു ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത്രയും ചെയ്തതിൻ്റെ ഒരു നല്ല സെൽഫ് ഇമേജ് ഉണ്ടാവുകയും ചെയ്യും. ഇച്ചിരി കൂടെ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി അസസ്മെൻറ്റ് ആൻഡ് മോട്ടിവേഷൻ. അസസ്മെൻറ്റ് ദാറ്റ് എൻകറേജസ് ലേണിംഗ് പ്രൊമോട്ട്സ് മോട്ടിവേഷൻ ബൈ എംഫസൈസിങ് പ്രോഗ്രസ് ആൻഡ് അച്ചീവ്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എക്സാം നടത്തിയിട്ട് അതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഓരോ പരീക്ഷയ്ക്ക് കഴിയുമ്പോഴും 1 മാർക്കാണെങ്കിലും 2 മാർക്കാണെങ്കിലും കൂടി വരുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് പ്രോബ്ലം ചെയ്തപ്പോൾ 8 മാർക്ക് ഉണ്ടായിരുന്നില്ല, അടുത്ത പ്രാവശ്യം 1/2 മാർക്ക് കിട്ടി, 1 കിട്ടി, അങ്ങനെ പോകെ എനിക്ക് പ്രോബ്ലം മുഴുവൻ ആൻസർ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുമ്പോൾ ആ ഒരു പ്രോഗ്രസ് കുട്ടി അറിയുമ്പോൾ അതിപ്പോൾ ഒരു പരീക്ഷ കഴിഞ്ഞാൽ പോരാ, 2-3 പരീക്ഷ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പ്രോഗ്രസ് കുട്ടികളുടെ മുമ്പിലേക്ക് എത്തിക്കണം. അതിനാണ് നമ്മൾ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് സി സി റിപ്പോർട്ട്സൊക്കെ റെഡിയാക്കുന്നത്. അപ്പോൾ കുട്ടിക്ക് തന്നെ മനസ്സിലാവും നമുക്ക് മോട്ടിവേറ്റഡ് ആകാം, അല്ലെങ്കിൽ ഞാൻ മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗുണമുണ്ടെന്ന് മനസ്സിലാകുമ്പോൾ കുട്ടി കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് കാണിക്കും. അസസ്മെൻറ്റ് മോട്ടിവേറ്റ് സ്റ്റുഡൻസ് ഈസ് ഡിസൈറബിൾ. ശരിക്കും അസസ്മെൻറ്റ് നടത്തി കഴിഞ്ഞ് കുട്ടികൾക്കൊരു മോട്ടിവേഷനാണ് കൊടുക്കേണ്ടത്. അല്ലാണ്ട് അതൊരിക്കലും ഒരു പണിഷ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ചലഞ്ചായിട്ടോ ഡിഫിക്കൽട്ടി ആയിട്ടോ വരരുത്. അപ്പോൾ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ആണെങ്കിൽ പോലും നമ്മളതിനകത്ത് നല്ല വശങ്ങൾ കണ്ടെത്തി ഇത്രയും നല്ലതാണ്, തിങ്സ് ടു ഇമ്പ്രൂവ് എന്നുള്ള രീതിയിൽ അത് വളരെ സ്പെസിഫിക് ആയിട്ട് ഫീഡ്ബാക്ക് വളരെ സ്പെസിഫിക് ആയിരിക്കണം. ഒരിക്കലും കുട്ടീനെ എന്താ പറയുക മോശപ്പെടുന്ന രീതിയിലല്ല. അപ്പോൾ നമ്മൾ എന്താ പറയുക
തോറ്റു പോയാലും നമ്മൾ സ്റ്റഡി വെൽ അല്ലെങ്കിൽ വർക്ക് ഹാർഡ് എന്നൊക്കെ കൊടുത്ത് അല്ലാണ്ട് പൊട്ടനാണ് അല്ലെങ്കിൽ ഇഡിയറ്റാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞൊരു കാര്യമില്ല. അപ്പോൾ നല്ല രീതിയിലുള്ള ഫീഡ്ബാക്കും നല്ല രീതിയിലുള്ള അസസ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ കുട്ടിയുടെ കോൺഫിഡൻസ് കൂടും, സെൽഫ് എസ്റ്റീം കൂടും, അതുപോലെ കുട്ടിക്ക് മോട്ടിവേഷനും കിട്ടും. അതാണ് ഈ കാര്യം ഇവിടെ പറയുന്നത്. ഇങ്ങനെയുള്ളൊരു സാധനമാണ് പുതിയൊരു ടൈപ്പ് ഓഫ് അസസ്മെൻറ്റാണ് ഇപ്സേറ്റീവ് അസസ്മെൻറ്റ്. ഇപ്സേറ്റീവ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഒരു ലാറ്റിൻ വേർഡാണ്. അതിൻ്റെ അർത്ഥം ഇപ്സ് എന്നുള്ള വാക്കാണ് അതിൻ്റെ അർത്ഥം ഓഫ് ദി സെൽഫ്, അതായത് സ്വയമായിട്ടുള്ളതാണ്. ഈ ടേം ആദ്യമായിട്ട് പറഞ്ഞത് റെയ്മണ്ട് 1944 അത് അസസ്മെൻറ്റ് ടെസ്റ്റിംഗ് രീതിയിൽ ആദ്യമായിട്ട് പറഞ്ഞത് റെയ്മണ്ടാണ് 1944. സോ കമ്പയറബിളി ഒരു പുതിയ അസസ്മെൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്സേറ്റീവ് അസസ്മെൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് കമ്പയർസ് ദി കറൻറ്റ് പെർഫോമൻസ് ഓഫ് ദി സ്റ്റുഡൻസ് വിത്ത് ദെയർ ഓൺ പ്രീവിയസ് പെർഫോമൻസ്. ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയുടെ പഴയ തൊട്ട് മുമ്പുള്ള പെർഫോമൻസും ഈ പെർഫോമൻസും വെച്ചിട്ടാണ്. അതായത് ഇപ്പോൾ 2 ചാപ്റ്റർ പഠിപ്പിച്ചു. ഫസ്റ്റ് ചാപ്റ്ററിൽ പരീക്ഷയ്ക്ക് മാർക്കിട്ട് അതിൻ്റെ മാർക്കും സെക്കൻഡ് ചാപ്റ്ററിൽ പരീക്ഷയ്ക്ക് മാർക്കിട്ട മാർക്കും അത് രണ്ടും കമ്പയർ ചെയ്യുന്ന ഒരു അസസ്മെൻറ്റ് രീതിയാണ് നമ്മൾ ഇപ്സേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. അതായത് മൊത്തം കുട്ടികളുടെ പെർഫോമൻസ് അല്ല, ഞാൻ എൻ്റെ പഴയ അസസ്മെൻറ്റിനേക്കാളും എത്രമാത്രം എൻ്റെ ഈ അസസ്മെൻറ്റിന് എനിക്ക് മാർക്ക് കിട്ടി എന്നുള്ളൊരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുന്ന ടൈപ്പ് ഓഫ് ഇവാലുവേഷനാണ് ഇപ്സേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് കമ്പയർസ് എ ടെസ്റ്റ് ടേക്കേഴ്സ് റിസൾട്ട് എഗെയിൻസ്റ്റ് ഹിസ് ഓർ ഹെർ പ്രീവിയസ് റിസൾട്ട്. ഒരാളുടെ അതിൻ്റെ തൊട്ടുമുമ്പുള്ള അതേ ലെവലിലുള്ളൊരു പഴയ റിസൾട്ടിനെയും ഇപ്പോഴത്തെ റിസൾട്ടിനെയും വെച്ച് കമ്പയർ ചെയ്യുന്നു. ദിസ് ടൈപ്പ് ഓഫ് അസസ്മെൻറ്റ് ഹെൽപ്പ് ദി സ്റ്റുഡൻറ്റ് ടു സെറ്റ് ദെയർ ഓൺ ലേണിംഗ് ഗോൾസ്. അപ്പോൾ ചിലപ്പോൾ BA കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ ഒരു 100-70 കിട്ടിയ കുട്ടീനോട് 70 കിട്ടിയ കുട്ടി അടുത്ത പ്രാവശ്യം 72 എനിക്കുമ്പോൾ ഗുഡ് എന്ന് പറയാൻ പറ്റും. പക്ഷേ ചിലപ്പോൾ ക്ലാസ്സിലെ കുട്ടി ഏറ്റവും ലോ ആയിരിക്കും, ഏറ്റവും താഴെ ആയിരിക്കും. പക്ഷേ എന്നാലും ആ കുട്ടിയെ സംബന്ധിച്ച് കഴിഞ്ഞ പ്രാവശ്യം 70% നിന്ന് പ്രാവശ്യം 72%, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം തോറ്റ വിഷയത്തിൽ നിന്ന് പ്രാവശ്യം കഷ്ടി ജയിച്ചു. അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ. അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലും കൂടെ നമ്മൾ അസസ്മെൻറ്റ് നോക്കുന്നതിനാണ് ഇപ്സേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കുട്ടികളിലുള്ള ടെൻഷൻ കുറയ്ക്കാനായിട്ടുള്ള ഒരു അസസ്മെൻറ്റ് ടെൻഷൻസ് കുറയ്ക്കാനുള്ളൊരു നല്ല മാർഗ്ഗമാണ് ഇപ്സേറ്റീവ് അസസ്മെൻറ്റ്. അവരോട് ബാക്കിയുള്ള കുട്ടികളെയല്ല, നമ്മളെ തന്നെ വെച്ചൊന്ന് കമ്പയർ ചെയ്യുന്നു. ഇറ്റ് മേക്സ് എ കമ്പാരിസൺ വിത്ത് സെൽഫ് rather than others. A learner can know about his or her position in regard to some characteristics. അപ്പോൾ ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. കഴിഞ്ഞ പ്രാവശ്യത്തിനൊക്കെ ഞാൻ കുട്ടികളുടെ ഇടയിൽ നിൽക്കുന്നൊന്നുമല്ല, ഈ ടോപ്പിക്കിൽ ഞാൻ എവിടെ നിൽക്കുന്നു, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇത്ര മാർക്ക് കിട്ടി, ഈ പ്രാവശ്യം എനിക്ക് ഇത്ര മാർക്ക് കിട്ടി, അപ്പോൾ ഞാനത് എത്രമാത്രം പ്രോഗ്രസീവ് ആകുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കണ്ടന്റ് എനിക്ക് എളുപ്പമായതുകൊണ്ട് മാർക്ക് കൂടുതലായിരിക്കും, ഇപ്രാവശ്യത്തെ കണ്ടന്റ് സെയിം പ്രൊസീജിയറിലാണ് ഞാൻ പഠിച്ചത്, പക്ഷേ ആ കണ്ടന്റിൻ്റെ പഠിക്കേണ്ട രീതി മാറിപ്പോയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് എൻ്റെ മാർക്ക് കുറഞ്ഞു. അപ്പോൾ അങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു അസസ്മെൻറ്റ്. അതിന് നമ്മുടെ തന്നെ പ്രീവിയസ് മാർക്ക് വെച്ച് നമ്മൾ അസസ് ചെയ്യുന്നതിനാണ് ഇപ്സേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. പ്രാക്ടീസ് ഓഫ് ഇപ്സേറ്റീവ് അസസ്മെൻറ്റ് പ്രസൻറ്റ് പെർഫോമൻസ് അഗെയിൻസ്റ്റ് പ്രയർ പെർഫോമൻസ് ഓഫ് എ പേഴ്സൺ ബീയിങ് അസസ്ഡ്. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മുടെ പ്രോഗ്രസ് റിപ്പോർട്ട് എടുത്ത് നോക്കാം. അതിപ്പോൾ യൂണിറ്റ് ടെസ്റ്റ്, ഫസ്റ്റ് ടേം, സെക്കൻഡ് യൂണിറ്റ് ടെസ്റ്റ്, സെക്കൻഡ് ടേം, തേർഡ് യൂണിറ്റ് ടെസ്റ്റ്, മോഡൽ, ഫൈനൽ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ എക്സാംസ് ഉണ്ട്. അപ്പോൾ ഓരോ സബ്ജക്റ്റിൻ്റെയും മാർക്ക് അതിൻ്റെ നേരെ എടുത്ത് എഴുതി കഴിയുമ്പോൾ അത് നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും ആ കുട്ടി എത്രമാത്രം സെൽഫ് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ അതാണ് ഇപ്സേറ്റീവ് അസസ്മെൻറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് എൻകറേജ് സ്റ്റുഡൻസ് ടു ഇംപ്രൂവ് ദെയർ പ്രീവിയസ് സ്കോർസ് ആൻഡ് ക്യാൻ ഓവർകം ദ പിയർ പ്രഷർ ഔട്ട് ഓഫ് സിറ്റുവേഷൻസ്. അതായത് ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഈ കുട്ടികളുടെ പിയർ പ്രഷർ, അതായത് ഞാൻ പറഞ്ഞല്ലോ ക്ലാസ്സിൽ ചിലപ്പോൾ 72 കുട്ടി ക്ലാസ്സിൽ വളരെ ചെറുതായിരിക്കും, പക്ഷേ കഴിഞ്ഞ പരീക്ഷയ്ക്ക് എനിക്ക് 65 കിട്ടി, ഈ പ്രാവശ്യം എനിക്ക് 72 കിട്ടിയെന്നുണ്ടാകുമ്പോൾ നമുക്ക് ആ ഒരു പിയർ പ്രഷറിനെ മാറ്റി കിട്ടിയിട്ട് നമുക്ക് നമ്മളോടുള്ളൊരു പ്രഷറാണ് നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ അത് കുറച്ചും കൂടെ റിലയബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടെ റിയലൈസ് ചെയ്യാൻ പറ്റുന്ന പ്രഷറായിരിക്കും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മെഷേഴ്സ് പ്രോഗ്രസ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഓരോരുത്തരുടെ പ്രോഗ്രസ്സും ഡെവലപ്മെൻറ്റാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, ഓരോരുത്തരുടെ തന്നെയാണ് ചെക്ക് ചെയ്യുന്നത്. എൻകറേജ് സ്റ്റുഡൻസ് ടു ബ്രേക്ക് ദെയർ പ്രീവിയസ് കോഴ്സ്, അത്രേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ അത് ഓൾറെഡി ഫിക്സ്ഡ് ആണല്ലോ. അപ്പോൾ ഈ പ്രാവശ്യം 70 കിട്ടി, അപ്പോൾ അടുത്ത പ്രാവശ്യം 75. ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഫസ്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല ഫസ്റ്റാണ് ഞാൻ എത്ര മാർക്ക് മേടിക്കണമെന്ന്. കാരണം ഇപ്പോൾ ഈ പ്രാവശ്യം 90 ഫസ്റ്റെങ്കിൽ അടുത്ത പ്രാവശ്യം 91 മേടിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 90 കിട്ടി കുട്ടിക്ക് ഈ പ്രാവശ്യം 95 കിട്ടാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ ഫസ്റ്റ് ആവുക അല്ലെങ്കിൽ ക്ലാസ്സിൽ ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഒട്ടും പ്രഡിക്റ്റബിൾ അല്ല. അതേസമയം പഴയ മാർക്കിനേക്കാളും കൂടുതൽ മാർക്ക് മേടിക്കാൻ പറഞ്ഞാൽ ഓക്കെ, ഈ പ്രാവശ്യം 70 മാർക്കായിരുന്നു, അടുത്ത പ്രാവശ്യം 72 മാർക്ക് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കതൊരു
റിയാലിറ്റി ബേസ്ഡ് ഗോൾസ് ആയിരിക്കും. ഹെൽപ്സ് ടു നോ ദ ഇമ്പ്രൂവ്മെൻറ്റ്. അപ്പോൾ അവിടെ നമ്മൾ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇമ്പ്രൂവ് സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് കോൺഫിഡൻസ്. അതെപ്പോഴും കുട്ടിയുടെ കോൺഫിഡൻസ് കൂട്ടുന്ന തരത്തിലുള്ള, കാരണം അവനവൻ്റെ കാര്യം മാത്രമല്ല, അല്ലെങ്കിൽ അവനവനെ വെച്ചിട്ടാണോ എന്നെ ഇളക്കുന്നത്. മറ്റേ ക്ലാസ്സിലെ കുട്ടികളുടെ പഠിക്കുന്ന കുട്ടികളെ വെച്ചിട്ടല്ല നമ്മൾ ഇളക്കുന്നത്. നമ്മളുടെ കഴിവിനെ വെച്ച് നമ്മളെ തന്നെ വെച്ചിട്ടാണ് നമ്മളെ അളക്കുന്നത്. ഇനി മോട്ടിവേറ്റ്സ് ലേണേഴ്സ് ടു ആക്ട് ഓൺ ഫീഡ്ബാക്ക്. അപ്പോൾ നമുക്ക് ഫീഡ്ബാക്കിനെ വെച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ ഇന്നത് തെറ്റ് പറ്റിയിട്ടുണ്ട്, അപ്പോൾ അടുത്ത പ്രാവശ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് തെറ്റൊക്കെ നോക്കിയാൽ മതി എന്നുള്ളൊരു ഫീഡ്ബാക്കിനെ നമുക്ക് കുറച്ചും കൂടെ ആക്ഷൻ ഓറിയൻറ്റഡ് ആക്കി മാറ്റാൻ പറ്റും. വീക്കർ പെർഫോമൻസ് ഷുഡ് ബി എൻകറേജ് ടു സെറ്റ് എ മോർ റിയലിസ്റ്റിക് ഗോൾ ഇൻ ഫ്യൂച്ചർ ആക്ടിവിറ്റീസ്. ആണ് ഒന്ന് 35 മാർക്ക് കിട്ടി തോട്ടുന്ന കുട്ടീനോട് അടുത്ത പ്രാവശ്യം 70% മേടിക്കുന്നതല്ല ഇപ്സെറ്റീവ് പറയാം. കാരണം ക്ലാസ്സിൽ 70% എല്ലാവരുടെ ആവറേജ് മാർക്ക് കൊണ്ട് 70% മേടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. അതേസമയം കുട്ടിക്ക് 30 താഴെയാണ് മാർക്ക്, അടുത്ത പ്രാവശ്യം ജയിക്കാനുള്ള മാർക്ക് മേടിക്കുന്നു പറയുമ്പോൾ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ലെവലിലാണ്. ഇറ്റ് എലിമിനേറ്റ്സ് കോമ്പറ്റീറ്റീവ് എലമെൻറ്റ് അസോസിയേറ്റഡ് വിത്ത് നോം റെഫറൻസ്ഡ് ടെസ്റ്റിംഗ്. നോം റെഫറൻസ്ഡ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ A+ അങ്ങനെ നമ്മൾ ഒരു എന്താ പറയുക, ഇത്ര പെർസെൻറ്റേജിലേക്ക് നമ്മൾ മാർക്ക് മേടിക്കണം എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഒരു ലെവലുണ്ടല്ലോ. അത് നമ്മൾ ഇന്ന കാറ്റഗറിയിലേക്ക് മാറേണ്ടതുണ്ട് എന്ന് പറയുന്ന ഇതിനേക്കാളും എളുപ്പമാണ് എഫ്സെറ്റ്. കാരണം അവനവൻ്റെ ലെവലിൽ കൂടി ഒന്നാമത് ക്ലാസ്സിൻ്റെ ടോട്ടൽ ലെവലിലേക്കൊന്നും നമ്മൾ കൂടേണ്ട ആവശ്യമില്ല. ഹെൽപ്പ് ലേണേഴ്സ് അസസ് ബൈ സെൽഫ് ആൻഡ് ബിക്കം മോർ സെൽഫ് റിലയൻറ്റ്. അപ്പോൾ നമുക്ക് തന്നെ നമ്മൾ അസസ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ സെൽഫ് റിലയൻ്റ് ഉണ്ടാവും. ഓരോ പ്രാവശ്യം നമ്മൾ അസസ്മെൻ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും നമ്മുടെ മാർക്ക് എന്തുകൊണ്ടെന്ന്. ടീച്ചേഴ്സ് വിൽ നോ അബൌട്ട് ദ സ്റ്റുഡൻസ് ദോസ് ഹു ആർ പ്രോഗ്രസ്സിങ് ആൻഡ് ദോസ് ഹു ആർ നോട്ട്. അപ്പോൾ നമുക്ക് കുട്ടി ശരിക്കും പഠിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നോക്കാൻ പറ്റും. കാരണം കുട്ടിയുടെ പ്രീവിയസ് മാർക്കും ഇപ്രാവശ്യത്തെ മാർക്കും നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ടീച്ചർക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ അവരുടെ പ്രോഗ്രസ് മോണിറ്റർ ചെയ്യാൻ പറ്റും. എസ്റ്റാബ്ലിഷ് ടീച്ചേഴ്സ് ടു ലേൺ ഫ്രം അസസ്മെൻറ്റ് ടു മോഡിഫൈ ദർ ടീച്ചിങ് ഇഫ് നീഡഡ്. അപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യം പരീക്ഷ നടത്തിയിട്ടും ആ കുട്ടി സെയിം പ്രൊസീജിയറിൽ അല്ലെങ്കിൽ സെയിം മാർക്കിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അപ്പോൾ അത് നമുക്ക് വരുന്നൊരു ഇതുണ്ട്. അതായത് കുട്ടിയുടെ മാക്സിമം നമ്മൾ കുട്ടികൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനിലോ അല്ലെങ്കിൽ ടീച്ചിങ് മെറ്റീരിയലിലോ അല്ലെങ്കിൽ ടെക്സ്റ്റിലോ തന്നെ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ടാണ് കുട്ടിക്ക് മാർക്ക് കുറയുന്നത്. അപ്പോൾ നമുക്ക് ഭാഗത്തു നിന്ന് എന്താ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവേണ്ടത്. കാരണം കുട്ടി എന്തോരം പഠിച്ചിട്ട് മാർക്ക് കൂടിയിട്ടില്ലെങ്കിൽ കുട്ടിക്ക് പഠിക്കുന്ന രീതിയിൽ വ്യത്യാസമായിരിക്കും, അല്ലെങ്കിൽ നേരത്തെ ബേസിലാത്തതിൻ്റെ വ്യത്യാസമൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ ടീച്ചർക്ക് എന്തൊക്കെ ഇൻ്റർവെൻഷൻസ് നടത്താൻ പറ്റും എന്നുള്ളത് ടീച്ചറിന് ഒരു ഐഡിയ കിട്ടും. ഇനി സിനോപ്റ്റിക് അസസ്മെൻറ്റ്. ഇത് നിങ്ങളുടെ സിലബസിലോ ടെക്സ്റ്റിലോ ഇല്ല. പക്ഷേ ഇഫ്സെറ്റ് അസസ്മെൻറ്റ് പാർട്ട് എയിൽ ചോദിച്ച പോലെ വാട്ട് ഈസ് സിനോപ്റ്റിക് അസസ്മെൻറ്റ് എന്ന് പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ ടോപ്പിക് എടുത്തിരുന്നത്. ഇത് പഠിച്ചോളം നിർബന്ധമില്ല, പക്ഷേ വന്നു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റും. കാരണം പലതരത്തിലുള്ള അസസ്മെൻറ്റ് പഠിക്കുമ്പോൾ ഇതും ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ സിനോപ്റ്റിക് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസസ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി ലിങ്ക്സ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഓഫ് എ സബ്ജക്റ്റ്. അതായത് ഒരു ടോപ്പിക്കിൻ്റെ പല എലമെൻറ്റ്സിനെ കുട്ടി എങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു പോയം പഠിച്ചു. ആ പോയത്തിൻ്റെ സന്ദർഭം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തരത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ്. ആ പോയത്തിൽ ഉപയോഗിച്ചിട്ടുള്ള അലങ്കാരങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തരത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ്. ആ പോയത്തിൻ്റെ വൃത്തോ അല്ലെങ്കിൽ ഉപമകളോ അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തരത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ്. ആ പോയത്തിൻ്റെ ആശയം എഴുതാൻ പറഞ്ഞാൽ അതൊരു തരത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ്. ആ പോയം എഴുതിയ ആളെക്കുറിച്ച് പറയാൻ പറഞ്ഞാൽ അതും പോയത്തെ സംബന്ധിച്ചൊരു ഇതാണ്. അപ്പോൾ നമ്മൾ ഒരു ടോപ്പിക്കിനെ തന്നെ പല ലെവൽസിൽ ടച്ച് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ തരത്തിലുള്ള പല ലെവൽസിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അല്ലെങ്കിൽ പല ലെവൽസിലൊരു പരീക്ഷേനെ ഒരു ടോപ്പിക്കിനെ നമ്മൾ അസസ് ചെയ്യുമ്പോഴാണ് അതിനെ സിനോപ്റ്റിക് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. അതായത് സിങ്ക് ആയിട്ടുള്ളൊരു പലതരത്തിലുള്ള കാര്യങ്ങൾ സിങ്ക് ചെയ്ത് നമ്മളൊരു പരീക്ഷ പേപ്പർ നടത്തുന്നു. സിനോപ്റ്റിക് അസസ്മെൻറ്റ് ക്യാൻ എൻകറേജ് സ്റ്റുഡൻസ് ടു ഇൻ്റഗ്രേറ്റ് തിയറി, എവിഡൻസ് ആൻഡ് റെഗുലേഷൻ വിത്ത് പ്രാക്ടീസ് ആൻഡ് വാല്യൂസ്. അപ്പോൾ നമുക്ക് അങ്ങനെ തരത്തിൽ കുട്ടിയുടെ തിയറി എന്തോരം മനസ്സിലായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ റെഗുലേഷൻസ് റൂൾസ് എന്താണെന്ന് അറിയുന്നത്, അതിൻ്റെ പ്രാക്ടിക്കൽ റൂൾസ് അറിയുന്നൊക്കെ നമ്മൾ അറിയണമെങ്കിൽ അതൊരു സിനോപ്റ്റിക് അസസ്മെൻറ്റായിട്ട് നടത്തണം. വലിയ ക്ലാസ്സിലാണെങ്കിൽ +2 നമ്മൾ കെമിസ്ട്രിക്കും ഫിസിക്സിനും സയൻസിനൊക്കെ നമ്മൾ തിയറിയും ചെയ്യുന്നുണ്ട്, പ്രാക്ടിക്കലും ചെയ്യുന്നുണ്ട്. അപ്പോൾ തിയറിയും പ്രാക്ടിക്കലും ഏകദേശം ഒരേപോലത്തെ കണ്ടൻ്റ് ആയിരിക്കും. പക്ഷേ എന്നാലും തിയറി അതിനെ നോക്കുന്ന രീതിയും പ്രാക്ടിക്കൽ സൈഡ് അതിനെ നോക്കുന്ന രീതിയും രണ്ടാണ്. അപ്പോൾ നമുക്ക് സ്കില്ലുണ്ടോയെന്നായിരിക്കും പ്രാക്ടിക്കൽ സൈഡ് നോക്കുന്നതായിരിക്കും, നമുക്ക് ടൈം മാനേജ്മെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് മൈൻഡ് ആയിരിക്കും. അതൊക്കെ നമ്മൾ നോക്കണ്ട്. പക്ഷേ ഇത് തന്നെ വെച്ചിട്ട് തിയറി ചെക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അറിയില്ല.
അപ്പോൾ നമ്മൾ ടോപ്പിക്കിനെ തന്നെ പല രീതിയിൽ മുറിച്ച് ആ രീതിയിലൊക്കെ നമ്മൾ അസസ്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ് സിനോപ്റ്റിക് അസസ്മെൻറ്റ്. അൾട്ടിമേറ്റ്ലി ദ സ്റ്റുഡൻറ്റ് ഷുഡ് ഡെവലപ്പ് എ ബ്രോഡർ വ്യൂ ഓഫ് ഈച്ച് ടോപ്പിക് ഇൻക്ലൂഡിങ് ദ അസസ്മെൻറ്റ്. ഓട്ടോമാറ്റിക്കലി ഒരു ടോപ്പിക്കിനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് പഠിക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത്രേ ഉള്ളൂ, ടോപ്പിക്ക് തീർന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, കോളേജിലാണ്. അപ്പം ഞാൻ നാളെ എടുത്ത് നിങ്ങൾക്ക് സൗകര്യം പോലെ ഇട്ട് തരാം. അപ്പോൾ അതിൽ നമ്മുടെ പോർഷൻസ് നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.